ചൂരൽമല പുനരധിവാസത്തിൽ അനർഹർ പട്ടികയിൽ കടന്നുകയറി എന്ന ആക്ഷേപവുമായി ജനശബ്ദം ആക്ഷൻ കൗൺസിൽ അർഹതയുള്ള 173 കുടുംബങ്ങൾ പട്ടികയ്ക്ക് പുറത്തെന്ന് ആക്ഷേപം. ദുരന്തബാധിതർ കളക്ടറേറ്റ് ഉപരോധിച്ചു. അർജുൻ PS ചേരുന്നു. അർജുൻ, തുടക്കം മുതലേ തന്നെ ഉയർന്ന ആരോപണമായിരുന്നു ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പട്ടികയിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ജനശബ്ദം ആക്ഷൻ കൗൺസിൽ ഇതിനെതിരെ ഒരു തുറന്ന പോരിലേക്ക് തന്നെയാണോ എത്തുന്നത്? കളക്ടറേറ്റ് ഉപരോധമടക്കമുള്ള സമരമാർഗങ്ങളിലേക്കാണോ അവർ കടന്നിരിക്കുന്നത്? തീർച്ചയായും നേരത്തെ തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. നമ്മൾ തന്നെ നിരവധി തവണ ഈ വാർത്ത കൊടുത്തതുമാണ്. ഇതിൽ പ്രധാനമായും ഇവർ പറയുന്നത് 173 കുടുംബങ്ങളാണ് ആ പട്ടികയ്ക്ക് പുറത്തുള്ളത്. അതായത് ഈ ഒരു ദുരന്തം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ആളുകൾ തന്നെയാണ് ഇവർ. അതായത് ഇനിയും താമസിക്കാൻ അവിടെ കഴിയാത്ത ആളുകളാണ്. അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് ഇവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഒരു 42 പേരുടെ കൂടി പട്ടിക കൂടി 49 പേരെ കൂടി ഉൾപ്പെടുത്തി വീണ്ടും ഒരു പട്ടിക വീണ്ടും പുറത്തിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലും ഈ 173 കുടുംബങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. പക്ഷേ ആ ഉൾപ്പെട്ടതിൽ, അതായത് 49 കുടുംബങ്ങളെ കൂട്ടിച്ചേർത്തപ്പോൾ അതിൽ 7 പേർ അർഹതയില്ലാത്തവരായിരുന്നു. ഈ അർഹതയില്ലാത്ത ആളുകളെ കൂടി ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് പുറത്തിറക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ 173 പേർ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. ഈ 7 പേരാകട്ടെ പലർക്കും ഒരു വീട്ടിൽ താമസിക്കുകയും 2 റേഷൻ കാർഡൊക്കെ ഉള്ളവരുണ്ടാകാം. അങ്ങനെയെങ്കിൽ അവർക്ക് 2 പേരെന്ന നിലയ്ക്കാണ് വീട് നൽകുന്നത്. അവർക്ക് ഒരു വീട്, ഒന്നിലധികം വീടുകൾ ലഭിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ വരുമ്പോൾ അർഹതപ്പെട്ട നിരവധി പേർ, 173 പേർ ഇതിൽ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇതിൽ പ്രധാനമായും ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസർക്ക് ഈ അനർഹർ ഇടം പിടിച്ചത്, അതായത് 7 പേരായിട്ടുള്ള അനർഹർ ഇടം പിടിച്ചതിൽ വില്ലേജ് ഓഫീസർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ ഇപ്പോൾ പറയുന്നത്. ഇതിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുള്ളതായി സംശയിക്കുന്നു എന്നുള്ളതടക്കമാണ് ഇവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കിട്ടുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള മറുപടി ഇതുവരെയും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ആ മറുപടി കൂടി ലഭിച്ചതിന് ശേഷം കൂടുതൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ അടക്കമുള്ളവർ പറയുന്നത്. ഇത്തരത്തിൽ നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ അനർഹരെ അടക്കം കുത്തിക്കയറ്റിക്കൊണ്ട് പലരും ഇതിൽ ഈ അനർഹരെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണ്. ആ ആരോപണം നമ്മൾ പലതവണ ചർച്ച ചെയ്തതുമാണ്. ഇത്തരത്തിൽ ദുരന്തം അനുഭവിക്കുന്നവരുടെ ഇടയ്ക്കാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇതിൽ വില്ലേജ് ഓഫീസർക്ക് വരെ ഇത്തരത്തിൽ ഇതിൽ ഇടപാടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഗൗരവതരമാണ്. അത് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇതുവരെയും ടൗൺഷിപ്പ് പദ്ധതി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അതിലെ വീടുകൾ ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ മറ്റൊന്നായി കാണേണ്ടത്. 1 വർഷത്തിനുള്ളിൽ വീടുകൾ പൂർത്തിയാക്കുമെന്നുള്ള ഒരു വീരവാദമൊക്കെ സർക്കാർ മുഴക്കിയെങ്കിലും ഇതുവരെയും അത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇനി തങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ചോദിക്കുന്നത്. ഇതുമായി സംബന്ധിച്ച്, അതായത് ഈ ദുരന്തബാധിത ആവശ്യങ്ങൾ വിശദീകരിച്ച് കളക്ടർക്കും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുന്നുണ്ട്. അത്തരത്തിലൊരു പരാതി കൂടി നൽകുമെന്നുള്ളതാണ് പ്രധാനമായും ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറയുന്നത്. ശരി അർജുൻ, വ്യക്തമാണ്. ചൂരൽമല പുനരധിവാസം അനർഹർ പട്ടികയിൽ കയറിക്കൂടിയെന്ന ആക്ഷേപവുമായി ജനശബ്ദം ആക്ഷൻ കൗൺസിൽ സമര പരിപാടികളും ആക്ഷൻ കൗൺസിൽ ആരംഭിച്ചിട്ടുണ്ട്. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.